ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ പൂരത്തിൻ്റെ കുറച്ച് വിശേഷങ്ങൾ കണ്ടാലോ. അപ്പോൾ നമ്മുടെ പൂരം മുരിങ്ങത്തേരിക്കാരുടെ വിഭാഗം നമ്മുടെ വീടിൻ്റെ മുന്നിൽ കുറച്ച് നേരം കൊട്ടുകൂട്ടോ. അതാണ് ഈ കാണുന്നത്. അപ്പോൾ അതിൻ്റെ പഞ്ചവാദ്യവും കാര്യങ്ങളൊക്കെ ആയിട്ട് ആനയും 6 ആന ഉണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ പഞ്ചവാദ്യവും കാര്യങ്ങളൊക്കെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ടാണ് കുറച്ച് നേരം കൊട്ടുക. അപ്പോൾ ആ പൂരം നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാം. അപ്പോൾ വണ്ടികളുടെ ഒരു തിരക്കുണ്ടായിരുന്നു എന്നുള്ളത് ഒഴിച്ച് കഴിഞ്ഞാൽ വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഈ ടൈമൊക്കെ നല്ല ചൂടുള്ള ടൈമായ കാരണം കൊണ്ട് തന്നെ നമ്മൾ അമ്പലത്തേക്ക് കുറച്ച് വൈകിട്ടാണ് പോയത്. അപ്പോൾ അവിടെ ഓരോ വിഭാഗക്കാരുടെയും തിളമ്പേരിയിട്ടുള്ള ആന നിന്നിട്ട് അവിടെ മേളം ഉണ്ടായിരുന്നു കേട്ടോ. അത് അടിപൊളി മേളമായിരുന്നു. എനിക്കിത് നല്ല ഇഷ്ടമായ ഒരു മേളമായിരുന്നു കേട്ടോ. സംഭവം ഞാൻ ഇങ്ങനത്തെ അധികം കേട്ടിട്ടില്ല, കാരണം ഈ സമയത്ത് ഇങ്ങോട്ട് വരാറില്ല ഈ ടൈമിലൊന്നും ഇങ്ങോട്ട്. പിന്നെ അത് കുറച്ച് നേരം കണ്ടിട്ട് അത് കഴിയാനായി നോക്കുമ്പോൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ അപ്പൂനാണെങ്കിൽ കുറേ ആനേനെ കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആനേനെയൊക്കെ കാണാൻ വേണ്ടി പുറത്തേക്ക് വന്നു. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ അവിടെ മറ്റേ തേറ ഉണ്ടായിരുന്നു കേട്ടോ. ഇതെനിക്ക് അധികം ഒന്നും ഇങ്ങനെ അടുത്തുനിന്ന് കാണാൻ പറ്റാറില്ല, കാരണം ഇത് നല്ല തിരക്കാണ് ഉണ്ടാവാറ്. ഇപ്രാവശ്യം എന്തേനാവോ നല്ല തിരക്ക് കുറവുണ്ടായിരുന്നു ഈ ടൈമിലൊക്കെ കേട്ടോ. കാരണം ഈ റിപ്പബ്ലിക് ഡേയുടെ അന്നായിരുന്നു പൂരം, എങ്കിലും നല്ല തിരക്ക് കുറവായിരുന്നു. നല്ല തിരക്കുണ്ടാവുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷേ വൈകുന്നേരം ആയപ്പോഴേക്കും നല്ല തിരക്കായിട്ടോ. അപ്പോൾ ഈ സംഭവം ഞാൻ അധികം ഇങ്ങനെ അടുത്ത് നിന്ന് കാണാൻ പറ്റാറില്ല. ഇപ്രാവശ്യം നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റി. ഇവർ ഈ കണ്ണുകൊണ്ട് പൈസ എടുക്കുന്ന സംഭവങ്ങളൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയിട്ടോ. അത് കുറച്ച് നേരം കണ്ടു നിന്ന് നോക്കുമ്പോഴേക്കും അവിടെ കൂട്ടിയെന്നുള്ളിപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരെ കൂട്ടിയെന്നുള്ളിപ്പിൻ്റെ അവിടേക്ക് പോയി. ഇതിപ്പോൾ എന്താ വെച്ചാൽ നെല്ലിവായ്ക്കാരുടെയും മുരിങ്ങത്തേരിക്കാരുടെയും ആണ് തിടമ്പേറ്റിക്കുന്നത്. നടുക്കിൽ അയ്യപ്പൻ്റെ ആനയാണ് കേട്ടോ. അവിടെ പാണാട്ടാവ് അമ്പലത്തിലത്തെ അയ്യപ്പനാണ്. അത് ദേവസാനയായിരിക്കും ഉണ്ടാവുക. അങ്ങനെ ബാക്കി ഒരു 10-11 ആനയാട്ടം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ നേരം കൂട്ടിയെന്നുള്ളിപ്പൊക്കെ കണ്ടിട്ട് നിന്നു. അങ്ങനെ കൂട്ടിയെന്നിലിപ്പൊക്കെ കഴിഞ്ഞിട്ട് ആനയൊക്കെ പോയി നോക്കുമ്പോൾ നിലക്കാവടിയും പൂക്കാവടിയായിട്ട് ഫസ്റ്റ് പരിപാടിയുടെ സെറ്റ് വരുന്നുണ്ടായിരുന്നു. ഇപ്രാവശ്യത്തെ കാവടി കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ചില സമയത്തൊന്നും വലിയ ഭംഗിയില്ലാത്ത കാവടികളാണ്. ഇപ്രാവശ്യം നല്ല കളർഫുൾ ആയിട്ടുള്ള കാവടികളായിരുന്നു. പപ്പൂന് ഇത് നല്ല ഇഷ്ടമായി. ഒരു കറങ്ങണതൊക്കെ കുറേ നേരം നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും കുറച്ച് തിരക്ക് കൂടി നോക്കുമ്പോൾ ഞങ്ങൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നു. ഇവിടെ നിന്ന് എല്ലാം കാണാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവിടെയാണ് ഞങ്ങൾക്ക് ചതി പറ്റിയത്. ശിങ്കാരിമേളം കുട്ടി വന്നായിരുന്നു. ഒരു അമ്പലം നടക്കി എത്തിയപ്പോൾ അവർ സാധാ മേളാക്കി. പക്ഷെ ബാക്കിയുള്ള സെറ്റുകാരൊന്നും നിരാശപ്പെടുത്തിയില്ല കേട്ടോ. അവരൊക്കെ ശിങ്കാരിമേളം തന്നെ കുട്ടിയത്. ഈ പിന്നിലുള്ള പാവക്കുട്ടികളുടെ സംഭവം നല്ല രസമുണ്ടില്ല. കരടീനെയൊക്കെ കണ്ട് പിള്ളേരൊക്കെ പേടിച്ചു കൊണ്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നല്ല ഇഷ്ടമായി എനിക്ക്. അപ്പൂന് നല്ല ഇഷ്ടമായിരുന്നു ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കണ്ടു നോക്കുമ്പോൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ശിങ്കാരിമേളത്തിൻ്റെ സെറ്റ് തന്നെയാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നു. ഇവർ നല്ല കളറാക്കിയിട്ടുണ്ടായിരുന്നു. ചാടിയിട്ടുള്ള കളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ശിങ്കാരിമേളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. തുള്ളാൻ പറ്റിയില്ലെങ്കിൽ വേണ്ടില്ല, ഇതിങ്ങനെ കാണാൻ നല്ല ഇഷ്ടമാണ്. അത് കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും തകിൽ വന്നു. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ തെയ്യത്തിൻ്റെ കോലങ്ങളും ഉണ്ടായിരുന്നു. അതിൻ്റെ ഒന്നും അധികം വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല തിക്കും തിരക്കും വന്ന് നോക്കുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല. വേഗം പിന്നിലേക്ക് മാറുക ചെയ്ത്. ഒരു സെറ്റ് തെയ്യത്തിൻ്റെ മാത്രമേ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഈ തലാടിന് കാക്കുട്ടന്മാർ വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ എൻ്റെ പൂരത്തിന് ആദ്യമായിട്ടാണ് കാണണം. ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് കാണണേ. പിന്നെ അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഗാനമേള ഉണ്ടായിരുന്നു. അത് വളരെ വളരെ ബോറായിട്ടുള്ളൊരു ഗാനമേളയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ ഇടുന്നില്ല. എന്തിനാണ് വെറുതെ നിങ്ങളെയും കൂടി കാണിക്കണേ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇപ്രാവശ്യത്തെ പൂരത്തിൻ്റെ വിശേഷങ്ങളുണ്ടായത്.
ഇനി അടുത്ത കൊല്ലത്തെ പൂരത്തിനായിട്ടുള്ള കാത്തിരിപ്പാണ്. ഇനി അതെന്താ ഡേറ്റ് എന്താണെന്നൊന്നും അറിയില്ല. എങ്കിലും ഇനി ഒരു കൊല്ലം കാത്തിരിക്കണ്ടേന്ന് ആലോചിക്കുമ്പോൾ ചെറിയൊരു വിഷമം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.